നാണം കെട്ടവനെ, തൊണ്ടയില്ലാത്തവനെ. അപ്പൊ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗൈൻ. അപ്പം ഞാൻ വീണ്ടും പറയാൻ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളെ രേണുസുതിയുടെ കാര്യമാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് ക്യാൻസർ ആണോ അതോ ക്യാൻസർ ഉണ്ടെന്നുള്ളൊരു മനോഭാവം അവർക്ക് ഇല്ല. അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയും 10 ആൾക്കാരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കണം. അതാണ് അവർക്ക് വേണ്ടത്. അതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെന്താ നല്ല മറുപടി അവർക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഇന്നലെ ഇട്ട വീഡിയോ ഇന്നത് കാണാനില്ല, അടിച്ചു കൊടുത്ത്, സ്ട്രൈക്ക് അടിച്ചു കൊടുത്ത്. കാരണം എന്താ, ഈ ആവശ്യമില്ലാതിരുന്ന് ഓരോ കാര്യങ്ങൾ ഓരോരുത്തരുടെ തന്തയ്ക്കും തള്ളയ്ക്കായാലും പിന്നെ ഇല്ലാത്ത അവരത് പറഞ്ഞാലും പിന്നെ അവരെ ഈ പേഴ്സണൽ ലൈഫിലോട്ടൊക്കെ ചെന്ന് കയറി കൊടുക്കുന്നതിന് ഒരു മര്യാദയുണ്ട്, മാന്യതയുണ്ട്. ഈ ഒരു വീഡിയോ ഇട്ട് എൻ്റെ ഏറ്റവും മൂല്യം കണ്ടിട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് എന്താണോ ഒരു മനസ്സിലാക്കാൻ ഒരു ബോധം ഇല്ലാത്ത ഒരാളാണ് ഈ രേണുസുതി. എന്തായാലും കിട്ടാനുള്ളത് ശരിക്കും കിട്ടിയിട്ടുണ്ട്, എന്തായാലും പോകാനുള്ളത് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് അതേ കണക്ക് തിരിച്ച് വീണ്ടും ഇന്നലെ അതുലിന്റെ തന്തയ്ക്കായിരുന്നു വിളിച്ചത്, ഇന്ന് അടുത്ത വിവിയുടെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട്. എന്നാലും ഇത് നിൽക്കുന്നില്ല. ഇതൊക്കെ എവിടെ പോയി തീരുന്ന ഒരു പിടുത്തമില്ല. എങ്കിലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു വെക്കാം. ഇന്നും രേണുസുതി തുടങ്ങിയിട്ടുണ്ട്. റീച്ച് കിട്ടി പോട്ടെ എന്ന് വിടുമ്പോഴത്തേന് വരട്ടെ എന്ന് പറഞ്ഞാണ് രേണുസുതി ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിക്വസ്റ്റ് ബൈ വിവേക് ബാബു. അപ്പൊ നിനക്കെന്നെ പേടിയാണ് അല്ലേടാ? എടാ ഞാനൂര് പോലത്തവരെടാ, നാണം കെട്ടവനെ, തൊണ്ടയില്ലാത്തവനെ, അങ്ങനെ തന്നെ നിന്നെയൊക്കെ പറയാം. എടാ നിനക്കൊക്കെ ഉറപ്പുണ്ടോടാ? ആദ്യം ഉറപ്പുണ്ടോ നീ ചെക്ക് ചെയ്യും. ഞാനൊരു പ്രത്യേക വീഡിയോ എടുക്കാനാണ് വന്നത്. ഞാൻ കുറച്ച് ഇന്നൊന്നും പറയണ്ടെന്ന് ഓർത്തിരിക്കാം. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ക്ഷീണിച്ചു വന്നിരിക്കാം. പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ ഈ മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടായിരുന്നു എന്റെ വ്ളോഗ്, എന്റെ യൂട്യൂബിൽ. എന്നെ മിണ്ടാതിരുന്ന പട്ടിയുടെ വായിക്കകത്ത് കോലിട്ട് കുത്തി പറയുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ മര്യാദയ്ക്ക് മിണ്ടാതെ ഇവന്മാരുടെ നിങ്ങൾ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നു, അതിനും വേണ്ടി അവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ആരും പേഴ്സണൽ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു കൂട്ടുന്നത് അതെടുത്ത് മാത്രമേ ഞങ്ങളെല്ലാവരും റിയാക്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ അതുലായാലും വിവി ആയാലും മനുബ്രോ ആയാലും ആരായാലും ഇവരെല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. അല്ലാതെ നിങ്ങളെ പേഴ്സണൽ ലൈഫിൽ കുത്തി ഇട്ടിട്ട് നിങ്ങളെ കുത്തി വലിച്ച് നിങ്ങളെ തന്തയ്ക്കും തള്ളയ്ക്കും പേഴ്സണലി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതും നല്ല മര്യാദയോടെ മാന്യതയോടെ തന്നെയാണ് ഇത് സംസാരിക്കുന്നത്. നിങ്ങളാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വന്നിരുന്നിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്തയ്ക്കും തള്ളയ്ക്കാന്ന് വിളിക്കണ്ട, തിരിച്ച് അതേ കണക്ക് സംസാരിക്കാനുള്ള രീതിയിൽ മാന്യമായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാം. ഇന്നലെ അതില് കാർ എടുത്തെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കാറൊക്കെ എടുക്കാമായിരുന്നല്ലോ. നിങ്ങളും കുറെ സിനിമയിലൊക്കെ അഭിനയിക്കാനും ഇതിനൊക്കെ യൂട്യൂബ് റീച്ച് പ്രൊമോഷൻ ആയിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഇല്ലേ? അപ്പൊ നിങ്ങൾക്കും കാറൊക്കെ എടുക്കാം. കാർ എടുത്തെന്നും പറഞ്ഞ് നായിന്റെ മോനെ എന്നും പറഞ്ഞ് അതുലിനെ തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കണ്ടോണ്ട് ഇപ്പൊ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവരെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഇപ്പൊ സത്യം പറഞ്ഞാൽ അവരെ മനസ്സുകൾ മടിച്ചാണ് നിങ്ങൾ ഈ കാണിക്കുന്ന ഓരോരോ കോപ്പറായങ്ങൾ. ആ ഒരൊറ്റ ഇന്റർവ്യൂ എടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളിത് ചെയ്യരുത്. നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു, അതെന്തായാലും നിങ്ങൾക്ക് കിട്ടി. നിങ്ങളെ വീഡിയോ ഇപ്പോഴും അതിനകത്ത് കിടപ്പുണ്ട്. ഇപ്പം രേണുസുതി ഇന്നലെ ഇട്ട വീഡിയോ അത് പോയിട്ടുണ്ട്. രേണുസുതി സത്യം പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ പറയുന്നത് നല്ല രീതിയിൽ ഒരു ഉദ്ദേശ ബോധ്യമില്ല, എന്തോ പറയുന്നതുമില്ല, അവർക്ക് നേരെ അറിയത്തില്ല. എല്ലാം കേട്ടോണ്ട് ഇത്ര എന്നെ വിട്ടിട്ട് ഒരു 200-300 വീഡിയോസ് എടുത്ത് ഇവന്മാരുടെയൊക്കെ എന്ത് കേട്ട് ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു. അപ്പൊ നിനക്കൊക്കെ പേടി വന്നല്ലേ മറ്റേ മഞ്ഞത്തൊട്ടിക്കാര? പിന്നെ ഞാൻ വെറുതെ വിടാന്ന് വെച്ചതായിരുന്നു. പക്ഷെ വേണ്ട, ശരിയായിട്ട് നീ എന്റെ നിങ്ങളെയൊക്കെ ആര് പേടിക്കാൻ? നിങ്ങളെ പോലുള്ള സ്ത്രീകളെയൊക്കെ ആര് പേടിക്കാൻ? എന്തിന് പേടിക്കണം? എന്തിന് പേടിച്ച്? അതല്ലേ പേടിച്ചിട്ടല്ലേ ഇന്നലെ സ്ട്രൈക്ക് കിട്ടി? അത് പേടിയാണോ? അത് നഷ്ടപ്പെട്ടു പോയല്ലേ? നിങ്ങൾക്ക് ഇത്രയും റീച്ച് ആയത് പോയില്ലേ? അല്ലെങ്കിൽ അറിയാലോ, യൂട്യൂബിൽ വരുമാനം കിട്ടുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ അറിയാം. ഒരു വീഡിയോ സ്ട്രൈക്കായി ഡിലീറ്റ് ആയി പോകുമ്പോഴത്തേന് അവർക്ക് എന്തൊക്കെ ചെയ്യണം, ആ ഒരു വിഷമം എന്തോ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കാണിക്കുന്നതിനും പറയുന്നതിനും നിങ്ങൾ കാണിക്കുന്ന വേറൊന്ന്, ഇവിടെ ഒന്ന് ഇരുന്ന് പറയുന്നത് വേറൊന്ന്. കിട്ടേണ്ട അടി മൊത്തം ഇങ്ങനെ നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കൊരു ക്യാൻസർ ഒരു ഇത്തരമുള്ള മാരകമായിട്ടുള്ള രോഗം ബാധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ബോധ്യം പോലും നിങ്ങൾക്ക് ഇല്ലാതാണ് വന്നിട്ട് അമ്മയ്ക്കും തന്തയ്ക്കും ഇരുന്ന് വിളിക്കുന്നത്. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാവരെയും നിങ്ങളണക്കല്ല. അതിൻ്റെയൊക്കെ കമന്റ് ബോക്സ് നിങ്ങൾ ഇട്ടേക്കുന്ന ആ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന വീഡിയോന്റെ അടിയിൽ പോയിട്ട് ആ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ചാനലിന്റെ അതിന്റെ അടിയിൽ പോയിട്ടായാലും നിങ്ങൾക്കെതിരെയാണ് എല്ലാം വന്നിരിക്കുന്നത്. നിങ്ങളും ഈ ഒരു ഇന്റർവ്യൂ എടുത്ത ആ ഒരു പെണ്ണ്, ചിത്ര എന്ന് പറയുന്ന ആ ഒരു പെണ്ണിനും ഒരേ കണക്കാണെന്നാ പറയുന്നത്. കാരണം ഈ വിവി പറഞ്ഞതിനകത്ത് അല്ലെങ്കിൽ ഈ അതുല് പറയുന്നതിനകത്തും യാതൊരുവിധ
തെറ്റ് അതിനകത്ത് കാണുന്നില്ല. അവര് വിവി പറഞ്ഞ എന്ത് പറഞ്ഞു? വിവി പറഞ്ഞെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പറയുന്നവരെന്ന് മീൻസ് ഒരു അമ്മയാണെങ്കിൽ അമ്മയെടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ രേണുസുധിയുടെ മോന്ത അടിച്ച് പൊട്ടിക്കണമെന്നോ അല്ലെങ്കിൽ ആ ഒരു ചിത്രയുടെ മോന്ത അടിച്ച് പൊട്ടിക്കണമെന്നൊന്നും അതിനകത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ അറ്റവും മൂല്യം കേട്ട് നിന്നിട്ട് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ഒരു സാധനം ഇട്ട് വരുമ്പോഴത്തേന് അതിനകത്ത് കയറി കൊളുത്തി കടിച്ചു പറിച്ച് തിരിച്ച് പറയുന്നതല്ല മാന്യത. ഞാനിപ്പോഴും പറയാം, നിങ്ങൾക്ക് ഇനിയും റീച്ചും ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടണമെങ്കിൽ ഇതൊക്കെ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നതെന്ന് തന്നെ സംശയമുണ്ട്. എന്റെ യൂട്യൂബ് ചാനൽ നീ റിപ്പോർട്ട് അടിച്ച് എടാ, ഒരു പെണ്ണ് അവള് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ക്യാൻസർ രോഗം വന്നിട്ട് നിന്നോടൊന്ന് തെണ്ടാ, നീയൊക്കെ എന്നെ വിട്ടിട്ട് പല തന്നിക്കുണ്ടായ കാര്യം കാണിച്ച നാറികളാണ് നീയൊക്കെ, മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ആ ക്യാൻസർ ക്യാൻസർ എന്നുള്ളൊരു രോഗം ഉണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാതാണ് ഇന്നലെയും തെറി വിളിച്ചത്, ഇന്നും തന്തയ്ക്ക് വിളിച്ചത്, ഇന്നലെയും തന്തയ്ക്ക് വിളിച്ചത്. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയാണോ? സ്ത്രീകൾക്ക് പറ്റിയ ഒരു പരിപാടിയല്ല. നിങ്ങളെ പോലുള്ള ഈ അലവലാദികളായിട്ട് കിടക്കുന്ന കുറെ എണ്ണം ഉണ്ട്. അവർക്കൊന്നും പറ്റിയ ഇതല്ല ഈ ഒരു തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും. നിങ്ങൾ ആദ്യമേ നിങ്ങൾക്കൊരു ഇതുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കും. പിന്നെ ബാക്കിയുള്ളവരുടെ പേഴ്സണൽ ലൈഫിലോട്ടൊക്കെ കയറിയിട്ട് ഈ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ അവർ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും അതിനകത്ത് പറയുന്നത്. അല്ലാതെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവക്കൊന്നും ഭ്രാന്താണോ, ഇവിടെ എന്തൊക്കെയും തള്ളയ്ക്കും കയറി വിളിച്ചിട്ട് അമ്മയ്ക്കൊന്നും വിളിച്ചിട്ടൊന്നുമല്ല അവരാരും വീഡിയോ ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഒന്നാമത്തെ വിഷയം. പിന്നെ രേണുസുതിക്ക് കാണുമ്പോഴത്തേന് രേണുസുതി ഇത് കണ്ട് വലിയ 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 കാര്യങ്ങൾ ചെയ്തതെന്നും പറഞ്ഞിട്ടാണ് രേണുസുതി എടുക്കുന്നത്. ഇതൊന്നും ഒരു വലിയ കാര്യമൊന്നും അല്ല. ആദ്യം നിങ്ങൾ ആദ്യമേ നേരെയാവാൻ നോക്ക്. നിനക്ക് എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശ് ഉണ്ടാക്കിയിട്ട് ഞാനൊരു വീഡിയോ നിനക്കെതിരെ ഒരെണ്ണം വിട്ടപ്പോ തന്നെ നീ അത് റിമൂവ് ചെയ്ത്. എടാ, ഇന്ന് വരെ നിന്റെ വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടോ? ഞാൻ മര്യാദക്ക് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പം നീ അത് റിമൂവ് ചെയ്തേക്കുന്നു. അപ്പൊ നിനക്ക് പേടി തോന്നിയല്ലേ? ഞാൻ പെണ്ണാണ്. അതെ, റിമൂവ് ചെയ്തത് തിരിച്ച് സ്ട്രൈക്ക് തന്നതും പേടി തോന്നിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രമാണ് വീഡിയോ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വായി വരുന്ന അപരാധം പറഞ്ഞിട്ട് വല്ലവൻ്റെ തന്തയ്ക്കൊന്നും വിളിച്ചിട്ടൊന്നും അല്ല ഇവിടെ ഞങ്ങളൊന്നും വീഡിയോ ഒന്നും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതേണൊക്കെ തിരിച്ച് മറുപടിയായിട്ട് വീഡിയോ ഇടാം. തിരിച്ച് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപരാധം പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും. നിങ്ങൾ ഈ പറയുന്ന എന്തുവാ ഈ തന്തയില്ലായ്മ എന്ന് നിങ്ങൾ കുറേ വീഡിയോക്കത്തെല്ലാം പറയുന്നുണ്ടല്ലോ, ആ ഒരു സംഭവം കാണിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതിനൊക്കെയുള്ള ഓരോരോ പണികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കാറ് മേടിച്ചെന്ന് പറഞ്ഞാൽ അതുലിന്റെ തന്തയ്ക്ക് വിളിക്കുന്നു. ഷെഫീന അവരെ തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിയുടെ മുത്തിക്കും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രോഗം ബാധിച്ചതിന്റെ കേസിൽ ഒരു 2-3 മാസമായിട്ട് വേറെ ആരും നല്ല ഒരു വീഡിയോസും ചെയ്യുന്നില്ല. ആലോചിച്ച് നോക്കണം. നമുക്ക് അതിന്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ ഇതില്ലെങ്കിലും പക്ഷെ അതിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളെ കുറിച്ച് ഇതാകുമ്പോഴത്തേനും നമുക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. നിങ്ങൾക്ക് അതൊരു വാങ്ങാത്തൊലിയും മനസ്സിലാവുന്നില്ല. നിങ്ങൾ വന്നിരുന്നിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമേനും തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെയൊക്കെ എന്തോ പറയാൻ. എടാ മോനെ വിവേക് ബാബു, എടാ പൊന്നു മോനെ മഞ്ഞത്തൊപ്പിക്കാരാ, വെയിറ്റ് ആൻഡ് സീ. നിനക്ക് അടിക്കണ്ട. എന്തോ ആയാലും ശരി, കിട്ടേണ്ട ഒരു വീഡിയോ പോലെ അതിന് എന്തുമാത്രം റീച്ച് ഉണ്ടായിരുന്നു, എന്തുമാത്രം വ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു ചെയ്യുമ്പോൾ തിരിച്ച് റിയാക്ട് ചെയ്യുമ്പം ആ ഒരു രീതിയിലേ ചെയ്യാവൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ പണികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഈ ഒരു കാണിച്ച തംബ്നെയിൽ, അതുപോലെ തംബ്നെയിൽ മാത്രമേ ഉള്ളൂ. അതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ വീഡിയോ നമ്മളൊക്കെ ഈ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് എന്താണ് അവർ പറയുന്നത് എന്താണെന്നും നിങ്ങൾ അതിൽ കയറി ഇരുന്ന് കേൾക്കണം. കേട്ടിട്ട് വ്യക്തമാണെങ്കിൽ വ്യക്തമായി, ഇല്ല വ്യക്തം ആയില്ലെങ്കിൽ നിങ്ങളത് വിട്ടേക്കണം. എന്നാലും ഒരു വീഡിയോക്കകത്ത് നിങ്ങളാരും പേഴ്സണൽ ലൈഫിൽ കയറി നിങ്ങളെ ആരും ചീത്ത വിളിക്കാനൊന്നും വന്നിട്ടൊന്നുമില്ല. ആ ഒരു ബോധ്യമുള്ള ഒരാളാണെങ്കിൽ ഒന്നേ അല്ലെങ്കിൽ വീഡിയോ കാണുക, എന്തുവരുന്ന് പറയുന്നത് വേണ്ട വിട്ടേര് പോട്ടെ എന്നുള്ള രീതിയിൽ പറയും. ഇത് അങ്ങുമില്ല ഇങ്ങുമില്ല, ഇത് പറഞ്ഞത് വേറെന്തൊരു ഒരു കാര്യം പറഞ്ഞേന് ഈ എന്തോ പറയല്ലേ, എന്തോ ആരാന്റെ തല്ലയ്ക്ക് പ്രാന്താന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ. അതാണ് സത്യം പറയാൻ രേണുസുതിക്ക് ഇപ്പൊ പറ്റിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് വരേണ്ട സഹായങ്ങൾ നിങ്ങളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ നേരെയുള്ള വീഡിയോ ഒക്കെ ഇട്ടുമായിരുന്നെങ്കിൽ ഓക്കെ, കറക്റ്റായിട്ട് പോയിട്ട് ഇതിപ്പം ഇട്ട വീഡിയോ അവരത് വീഡിയോ ആയി പോയി. ഒരു ചാനലിന്റെ ഇന്റർവ്യൂ അപ്പം
ഇന്റർവ്യൂവിനടുത്ത് അവിടുത്തെ പൈസ കിട്ടിയല്ലോ. അപ്പൊ ആ പൈസ കൊണ്ട് രേണുസുതി അങ്ങ് പോവാൻ നോക്ക്, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇതണക്ക് വീണ്ടും സ്ട്രൈക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ വീഡിയോ ഇടുന്നതനുസരിച്ച് നിങ്ങൾ ഇട്ട വീഡിയോ തന്നെ വീണ്ടും ഇട്ടിട്ടുണ്ട് അതിനകത്ത്. ഇന്നലെ ഇട്ട വീഡിയോ വീണ്ടും ഇട്ടിട്ടുണ്ട്. അപ്പം സ്ട്രൈക്ക് തരാനാണെങ്കിൽ ശരി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. പറഞ്ഞിട്ടങ്ങ് യാതൊരു വിധ കാര്യമില്ല. ജാസ്മിൻ ജാഫറുമായിട്ട് കൂട്ടുകൂടിയിട്ട് വെച്ചെന്ന് പറഞ്ഞ അങ്ങനെ. അപ്പൊ ഗൈസ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവരെ ഒരു വീഡിയോ നിങ്ങൾ കാണും. ഇവരെ കുറെ ഇവർക്ക് രോഗം ബാധിച്ചെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കുറെ സപ്പോർട്ടേഴ്സ് ഉണ്ട്, കുറെ ഫോളോവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ഒരു കാരണവശാലും ഇവരെ കൂടെ നിൽക്കരുത്. ഇങ്ങനെ ഇവരിപ്പോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഇതാണ്. ഇവരെ ഒരു സഹായം കിട്ടാനുള്ളത്, ഒരു രോഗം ബാധിച്ചതിന് ശേഷമുള്ള ഹെൽപ്പ് കിട്ടാനുള്ളവരെ ഇവര് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു 2-3 മാസം കൊണ്ട് നോക്കിയാൽ മതി, രേണുസുതിനെ കുറിച്ചൊന്നും യാതൊരു വീഡിയോസോ അനാവശ്യമായിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളൊന്നും ആരും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെയും. ഈ പറയുന്ന വിവി പോലും ചെയ്തിട്ടില്ല. വിവിയുടെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ അറിയാം. വിവിയുടെ അക്കൗണ്ടിൽ കയറി നോക്കുമ്പോഴത്തേന് ആ ഒരു ചാനലിൽ കയറി രേണുസുതിക്ക് എതിരെ ഇവർ കാണിക്കുന്ന സോഷ്യൽ മീഡിയക്കകത്ത് കാണിക്കുന്നതിന് മാത്രമേ ബാക്കിയുള്ളവർ എല്ലാവരും റിയാക്ട് ചെയ്യുന്നത് ആ ഒരു ഇതിൽ മാത്രമേ ഉള്ളൂ. ആ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ അവരതീ കിടന്ന് കാണിക്കുന്ന ഓരോരോ ഓപ്രായങ്ങൾ അവരാധങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഇതിൽ കയറിയിട്ട് ബാക്കിയുള്ളവരെ തന്തയ്ക്ക് വിളിക്കുക, തള്ളയ്ക്ക് വിളിക്കുക, പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യങ്ങൾ വിളിക്കുക, അവൻ മോഷ്ടിച്ചെന്ന് പറയുന്നു, അത് ഇത് ചെയ്തെന്ന് പറയുന്നു, ആ രണ്ടേന്ന് അടിച്ചു ഒരു ലാപ്ടോപ്പ് ഒക്കെ കുത്തിപ്പുറത്ത് തുറന്നെന്ന് പറയുന്നു. നിങ്ങളെ വല്ല തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാണ് അതൊക്കെ എടുത്തിരുന്നത്? നിങ്ങളെ വീഡിയോ സ്ട്രൈക്ക് ആയി പോയില്ലേ? ഇനിയിപ്പോ അടുത്ത വീഡിയോ ഇതാണ് കിടുമ്പോഴത്തേന് വേറെ ഓരോ ആൾക്കാർ ഇങ്ങനെ സ്ട്രൈക്ക് തന്നുകൊണ്ടിരിക്കും. പിന്നെന്താണ് കുറച്ച് ഇതായിരിക്കും. ആ ഒരു രോഗം ബാധിച്ചിരിക്കുമല്ലോ, അപ്പൊ അതിന്റെ ഒരു ഇതെങ്കിലും കാണിക്കും, കിട്ടുന്ന സഹായമെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കും. യൂട്യൂബർമാർ ഈ റിയാക്ഷൻ വ്ളോഗേഴ്സ് ചെയ്യുന്ന നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം. നിങ്ങളത് കാണിച്ചിട്ടുണ്ട്. പലരെ നിങ്ങളത് ഇട്ടില്ലെങ്കിൽ അവരും അവരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലായാലും സ്റ്റോറീസ് ഒക്കെ കാണുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. പല വ്ളോഗേഴ്സ് ആയാലും വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടെ കളഞ്ഞു കുളിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ തന്തയ്ക്കും തള്ളയ്ക്കും വിളി ഒഴിവാക്കുക. തിരിച്ചെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാന്യമായിട്ട് അതേ കണക്ക് തിരിച്ച് മറുപടി കൊടുത്താൽ മാത്രം മതി.